1/10/26 നടന്ന കാറ്റഗറി 3 വിഭാഗത്തിലെ സൈക്കോളജിയുടെ ആൻസറുകളെയും നമുക്ക് പരിചയപ്പെടാം. 1. സെലക്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചർ ആസ് എ കൗൺസിലർ. അതായത് ഒരു ടീച്ചർ കൗൺസിലറായിട്ട് ഇടപഴകുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് താഴെ നൽകുന്നതിൽ ഏതാണ്? എ. പ്രൊവൈഡിങ് ഓൺലി അക്കാദമിക് ഗൈഡൻസ്. ബി. ഇമ്പോസ് ഡിസിപ്ലിൻ ഇൻ സ്റ്റുഡൻസ്. സി. ഒഫറിങ് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് ഫോസ്റ്ററിങ് മെൻ്റൽ ഹെൽത്ത്. ഡി. ഷോക്കേസിങ് കരിയർ ചോയ്സസ് ഫോർ സ്റ്റുഡൻസ്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഒഫറിങ് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് ഫോസ്റ്ററിങ് മെൻ്റൽ ഹെൽത്ത്. കുട്ടികൾക്ക് ഇമോഷണൽ സപ്പോർട്ടും മെൻ്റൽ ഹെൽത്തും നൽകുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ റീസൺ KCF പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. KCF എന്നാണ് റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത വർഷം. 2007, 2017, 2020, 2023. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ 2007. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ബെനഫിറ്റ് സ്റ്റുഡൻസ്? ഓപ്ഷൻസ്. ബൈ റെഡ്യൂസിങ് കരിക്കുലം സ്റ്റാൻഡേർഡ്സ്, by providing equal learning opportunities for all, by segregating students based on ability. നാലാമത്തെ ഓപ്ഷൻ. by limiting teacher-student interaction. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി. by providing equal learning opportunities for all. അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ബെനഫിറ്റ് എന്താണെന്നാണ് ചോദിച്ചത്. ഹൗ ഡസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ബെനഫിറ്റ് സ്റ്റുഡൻസ്? ആൻസർ. ബൈ പ്രൊവൈഡിങ് ഈക്വൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ. എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ലേണിംഗ് പഠനത്തിനുള്ള അവസരം നൽകുക എന്നുള്ളതാണ്. നാലാമത്തെ ചോദ്യം. സെലക്ട് ദ പേഴ്സൺ who proposed the theory related to moral development. മോറൽ ഡെവലപ്മെൻറ്റ് എന്ന തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പേഴ്സൺ ആരാണ്? ഓപ്ഷൻസ്. ബ്രൂണർ, സ്കിന്നർ, കോൾബർഗ്, വാട്സൺ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി കോൾബർഗ്. കോൾബർഗാണ് മോറൽ ഡെവലപ്മെൻറ്റുമായി റീസെൻ്റായിട്ടുള്ള റിലേറ്റഡ് പേഴ്സൺ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ പ്രപ്പോസ്ഡ് ദ 2-factor തിയറി ഓഫ് ഇൻ്റലിജൻസ്? ഇൻ്റലിജൻസിലെ 2-factor തിയറി ആരാണ്? ഓപ്ഷൻസ്. ചാൾസ് സ്പിയർമാൻ, ലൂയിസ് തേഴ്സ്റ്റൺ, ഹൊവാർഡ് ഗാർഡനർ, JP ഗിൽഫോർഡ്. ആൻസർ ഓപ്ഷൻ എ ചാൾസ് സ്പിയർമാൻ. ഓപ്ഷൻ എ ആണ് 2-factor തിയറിയിലെ ആൻസറായിട്ട് വരുന്നത്, അതായത് ചാൾസ് സ്പിയർമാൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ഡിസബിലിറ്റീസ് ആർ ലിസ്റ്റഡ് ഇൻ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016? 2016 ഡിസബിലിറ്റി ആക്റ്റിൽ എത്ര ഡിസബിലിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഓപ്ഷൻസ്. 5, 11, 15, 21. ആൻസർ ഓപ്ഷനായിട്ട് വരുന്നത് ഡി ആണ്, അതായത് 21 എണ്ണമാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ജഗൻ ഈസ് എ 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ്. ഹി ഹാസ് ഹൈ അച്ചീവ്മെൻറ്റ് സ്കോർസ് ഇൻ ഓൾ സബ്ജക്ട്സ് അതർ ദാൻ മാത്തമാറ്റിക്സ്. He has some particular difficulty in doing addition, subtraction, division and multiplication. So, Jagan has chance of having. മാത്തമാറ്റിക്സിലെ കുറച്ച് അഡീഷനിലെയും സബ്ട്രാക്ഷനിലെയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവനുണ്ട്. അപ്പോൾ അവനുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻസ്. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ ആൻഡ് ഡിസ്പ്രാക്സിയ.
ആൻസർ മാത്സിൻ്റെയാണ്. അതുകൊണ്ട് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി, ഡിസ്കാൽക്കുലിയ. എട്ടാമത്തെ ചോദ്യം, ദ കപ്പാസിറ്റി ഓഫ് ഷോർട്ട് ടേം മെമ്മറി ഈസ് അപ്രോക്സിമേറ്റ്ലി. ഷോർട്ട് ടേം മെമ്മറിയുടെ കപ്പാസിറ്റി ഏകദേശം. ആൻസർ ഓപ്ഷൻസ്: അൺലിമിറ്റഡ്, 2+1 items, 7+2 items, 20+5 items. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 7+2 items. ഒൻപതാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിഫെൻസ് മെക്കാനിസം. താഴെ തന്നിരിക്കുന്നതിൽ ഡിഫെൻസ് മെക്കാനിസം അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: സീരിയലൈസേഷൻ, സബ്ലിമേഷൻ, അഗ്രഷൻ ആൻഡ് റിഗ്രഷൻ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ, സീരിയലൈസേഷൻ. സീരിയലൈസേഷൻ ആണ് ആൻസറായിട്ട് വരുന്നത്. പത്താമത്തെ ചോദ്യം, സെലക്ട് ദ ഡയമെൻഷൻസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് പ്രപ്പോസ്ഡ് ബൈ ഗിൽഫോർഡ്. ഗിൽഫോർഡിൻ്റെ ഡയമെൻഷൻസിൽ ഏതാണ് താഴെ തന്നിരിക്കുന്ന സ്ട്രക്ചർ കറക്റ്റായിട്ട് വരുന്നത്? ഓപ്ഷൻസ്: എ, മെമ്മറി, ലേണിംഗ്, പെർഫോമൻസ്. ബി ഓപ്ഷൻ, ഓപ്പറേഷൻസ്, കണ്ടൻസ്, പ്രൊഡക്ട്സ്. സി ഓപ്ഷൻ, വെർബൽ, ന്യൂമെറിക്കൽ, സ്പാറ്റിയൽ. ഡി ഓപ്ഷൻ, ഫ്ലൂയിഡ്, ക്രിസ്റ്റലൈസ്ഡ്, ഇമോഷണൽ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ഓപ്പറേഷൻസ്, കണ്ടൻസ്, പ്രൊഡക്ട്സ്. അതാണ് ആൻസറായിട്ട് വരുന്നത്. 11ാമത്തെ ചോദ്യം, ഷോർട്ട് ടേം മെമ്മറി ഈസ് ഓൾസോ നോൺ ആസ്. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: ഇംപ്ലിസിറ്റ് മെമ്മറി, വർക്കിംഗ് മെമ്മറി, എപ്പിസോഡിക് മെമ്മറി ആൻഡ് പ്രൊസീജിയറൽ മെമ്മറി. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി, എപ്പിസോഡിക് മെമ്മറി. ആൻസർ എപ്പിസോഡിക് മെമ്മറി. 12ാമത്തെ ചോദ്യം, എ ടീച്ചർ കണ്ടക്ട്സ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്സ് ടു. ഓപ്ഷൻസ്: എ, ഐഡൻറ്റിഫൈ ദ ഏരിയാസ് ഓഫ് ഡിഫിക്കൽറ്റി ആൻഡ് ടേക്ക് റെമഡിയൽ മെഷേഴ്സ്. ഓപ്ഷൻ ബി, ടെസ്റ്റ് വെദർ ദ ഒബ്ജക്റ്റീവ്സ് ആർ അറ്റൈൻഡ് ഓർ നോട്ട്. ഓപ്ഷൻ സി, അണ്ടർസ്റ്റാൻഡ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ലേണിംഗ് ആക്ടിവിറ്റീസ് പ്രൊവൈഡഡ്. ഓപ്ഷൻ ഡി, ടെസ്റ്റ് ദ പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ്. ഒരു ടീച്ചർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാണ്? ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഐഡൻറ്റിഫൈ ദ ഏരിയാസ് ഡിഫിക്കൽറ്റി. ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആൻഡ് ടേക്ക് റെമഡിയൽ മെഷേഴ്സ്, എന്നിട്ട് റെമഡിയൽ മെഷേഴ്സ് കൊടുക്കുവാനുമാണ്. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആണ്. 13ാമത്തെ ചോദ്യം, പ്രോസസ് ഇൻവോൾവ്സ് തിങ്കിങ്, ലാംഗ്വേജ്, റീസണിങ് ആർ ടേംഡ് ആസ്. മൂന്നും കൂടി ഇൻവോൾവ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? തിങ്കിങ്, ലാംഗ്വേജ്, റീസണിങ്. ഓപ്ഷൻസ്: ബയോളജിക്കൽ പ്രോസസ്, കൊഗ്നിറ്റീവ് പ്രോസസ്, കോഗ്നിറ്റീവ് പ്രോസസ്, സൈക്കോമോട്ടർ പ്രോസസ്. ആൻസർ കോഗ്നിറ്റീവ് പ്രോസസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, കോഗ്നിറ്റീവ് പ്രോസസ്. 14ാമത്തെ ചോദ്യം, സെലക്ട് ദ തേർഡ് സ്റ്റേജ് ഇൻ പിയാഷേസ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റൽ തിയറി. പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റൽ തിയറിയിലെ 3ാമത്തെ സ്റ്റേജ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ ആൻഡ് നൺ ഓഫ് ദീസ്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഏതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കോൺക്രീറ്റ് ഓപ്പറേഷണൽ. 15, സെലക്ട് ദ കറക്റ്റ് എക്സ്പാൻഷൻ ഓഫ് ECCE. ECCEയുടെ കറക്റ്റ് എക്സ്പാൻഷൻ. ഓപ്ഷൻസ്: എവരി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ബി, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, സി, എവരി ചൈൽഡ്ഹുഡ് കൗൺസിലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ഡി,
ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എംപവർമെൻറ്റ്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഏതാണ് ബി ഓപ്ഷൻ? ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 16-ാമത്തെ ചോദ്യം. സെലക്ട് ദ ടൈപ്പ് ഓഫ് അറ്റൻഷൻ റിക്വയർഡ് ഫോർ പെർഫോമിംഗ് 2 ടാസ്ക് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം 2 ടാസ്ക് പെർഫോം ചെയ്യുന്ന അത് ഏത് ടൈപ്പ് അറ്റൻഷനാണ്? ഓപ്ഷൻസ്: സെലക്റ്റീവ് അറ്റൻഷൻ, ഡിവൈഡഡ് അറ്റൻഷൻ, ഫോക്കസ്ഡ് അറ്റൻഷൻ ആൻഡ് പാസീവ് അറ്റൻഷൻ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ഡിവൈഡഡ് അറ്റൻഷൻ. ഓപ്ഷൻ ബി, ഡിവൈഡഡ് അറ്റൻഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 17. The concept of IQ, intelligence quotient, was first introduced by options: William Stern, Alfred Binet, Lewis Terman, Howard Gardner. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, വില്യം സ്റ്റേൺ. IQ, ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ്. ആൻസർ വില്യം സ്റ്റേൺ. 18-ാമത്തെ ചോദ്യം. സെലക്ട് ദ പേഴ്സൺ ഹൂ പുട്ട് ഫോർവേഡ് ട്രൈറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി. ട്രൈറ്റ് തിയറി, പേഴ്സണാലിറ്റിയുടെ ട്രയൽ തിയറി ആരാണ് ഫോർവേഡ് ചെയ്തത്? ഓപ്ഷൻ: ഫ്രോയിഡ്, ജങ്, എറിക്സൺ, ആൾപോർട്ട്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആൾപോർട്ട്. ട്രൈറ്റ് തിയറിയുടെ പേഴ്സൺ എന്ന് പറയുന്നത് ആൾപോർട്ട് ആണ്. 19-ാമത്തെ ചോദ്യം. ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ് റിഫ്ലെക്ട്സ് ഇൻഫ്ലുവൻസ് ഓഫ്. ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏതിനെയാണ്? ഓപ്ഷൻസ് നോക്കാം. ഐഡിയലിസം, നാച്ചുറലിസം, റിയലിസം, എസെൻഷ്യലിസം. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, നാച്ചുറലിസം. അതാണ്, നാച്ചുറലിസമാണ് ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ്. 20-ാമത്തെ ചോദ്യം. ദ ടേം റിയാലിറ്റി പ്രിൻസിപ്പിൾ ഈസ് റിലേറ്റഡ് വിത്ത്. റിയാലിറ്റി പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ടേം ഏതാണ്? ഓപ്ഷൻസ് നോക്കിക്കേ. ബിഹേവിയറിസം, ഹ്യൂമനിസം, ഗസ്റ്റാൾട്ടിസം ആൻഡ് സൈക്കോ അനലൈസിസ്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ, ബിഹേവിയറിസം. ബിഹേവിയറിസമാണ് റിയാലിറ്റി പ്രിൻസിപ്പിളുമായിട്ട് റിലേഷനുള്ളത്. 21-ാമത്തെ ചോദ്യം. അറ്റൻഷൻ റിഫേഴ്സ് ടു ഓപ്ഷൻസ്: സ്റ്റോറിങ് ഇൻഫർമേഷൻ പെർമനൻ്റ്ലി. ഓപ്ഷൻ ബി, സെലക്ടിങ് ആൻഡ് ഫോക്കസിങ് ഓൺ സ്പെസിഫിക് സ്റ്റിമുലി. ഓപ്ഷൻ സി, ഫോർഗെറ്റിംഗ് ഇറലവൻറ്റ് ഇൻഫർമേഷൻ. ഓപ്ഷൻ ഡി, ഇമാജിനിങ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, അറ്റൻഷൻ റിഫേഴ്സ് ടു എന്താണ്? സെലക്ടിങ് ആൻഡ് ഫോക്കസിങ് ഓൺ സ്പെസിഫിക് സ്റ്റിമുലൈ. അറ്റൻഷൻ റിഫേഴ്സ് ടു ഫോക്കസ് ആൻഡ് സെലക്ടിങ് ആൻഡ് ഫോക്കസിങ് ഓൺ സ്പെസിഫിക് സ്റ്റിമുലൈ. 22-ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടേം ട്രയൽ ആൻഡ് എറർ ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത്. തൊണ്ടയ്ക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ ക്ലോസ്ലി അസോസിയേറ്റഡ് ചെയ്തിരിക്കുന്നത് ഏതിനാണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഹ്യൂമനിസം, നാച്ചുറലിസം, ബിഹേവിയറിസം ആൻഡ് പ്രാഗ്മാറ്റിസം. ആൻസറായിട്ട് വരുന്നത് ബിഹേവിയറിസം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 23-ാമത്തെ ചോദ്യം. സെലക്ട് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ആക്ഷൻ റിസർച്ച്. ആക്ഷൻ റിസർച്ചിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓപ്ഷൻസ്: ഇറ്റ്സ് സർവേ ബേസ്ഡ് ഓൺലി, ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു ലാർജ് സ്കെയിൽ സാമ്പിൾ, ഇറ്റ് ഫോക്കസസ് ഓൺ സോൾവിങ് സ്പെസിഫിക് പ്രോബ്ലംസ്, ഇറ്റ് റിക്വയർസ് മോർ ദാൻ 1 year ഡ്യൂറേഷൻ. 4 ഓപ്ഷനിൽ ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ സി, ഇറ്റ് ഫോക്കസസ് ഓൺ സോൾവിങ് സ്പെസിഫിക് പ്രോബ്ലംസ്. സ്പെസിഫിക് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്.
24ാമത്തെ ക്വസ്റ്റ്യൻ ഫ്രീ എഡ്യൂക്കേഷൻ അണ്ടർ RTE മീൻസ് ഓപ്ഷൻസ് നോ ട്യൂഷൻ ഫീ ഓൺലി, നോ എക്സാമിനേഷൻ ഫീ, നോ ഫീസ് ഓർ എക്സ്പെൻസസ് ദാറ്റ് പ്രിവെൻറ്റ് കംപ്ലീഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ. ഓപ്ഷൻ ഡി ഫ്രീ ബുക്സ് ഓൺലി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി നോ ഫീസ് ഓർ എക്സ്പെൻസസ് ദാറ്റ് പ്രിവെൻറ്റ് കംപ്ലീഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ. അടുത്തത് 25ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൂൾസ് ആർ ഡിസൈൻഡ് ടു അൺകവർ ആൻ ഇൻഡിവിജ്വൽസ് അൺകോൺഷ്യസ് തോട്ട്സ്, ഹിഡൻ ഇമോഷൻസ് ആൻഡ് ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ബൈ പ്രസൻറ്റിംഗ് ആംബിഗസ് സ്റ്റിമുലൈ? 25ാമത്തെ ചോദ്യത്തിനകത്ത് ഓപ്ഷൻസ് ക്വസ്റ്റ്യനേഴ്സ്, ചെക്ക് ലിസ്റ്റ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് ആൻഡ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി പ്രൊജക്റ്റീവ് ടെക്നിക്സ്. 26 സെലക്ട് ദ പേഴ്സൺ ഹു പ്രപ്പോസ്ഡ് ഹയറാർക്കി ഓഫ് നീഡ്സ്. ഹയറാർക്കി ഓഫ് നീഡ്സ് പ്രപ്പോസ് ചെയ്ത പേഴ്സൺ. ഓപ്ഷൻസ് ഗാഗ്നെ, മാസ്ലോ, സെലിഗ്മാൻ ആൻഡ് ഫ്രീമാൻ. ആൻസർ ഓപ്ഷൻ ബി ഹയറാർക്കി ഓഫ് മാസ്ലോ. ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 27ാമത്തെ ചോദ്യം. ദ പ്രോസസ് ഓഫ് റീകോളിംഗ് സ്റ്റോർഡ് ഇൻഫർമേഷൻ ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് റീട്രൈവൽ, എൻകോഡിംഗ്, സ്റ്റോറേജ്, റിഹേഴ്സൽ. ആൻസർ ഓപ്ഷൻ എ റീട്രൈവൽ. 28 ഡിഡക്റ്റീവ് റീസണിംഗ് ഇൻവോൾവ്സ്. ഡിഡക്റ്റീവ് റീസണിംഗ് ഇൻവോൾവ്സ് ഓപ്ഷൻസ് 1 മൂവിങ് ഫ്രം സ്പെസിഫിക് കേസസ് ടു ജനറൽ കൺക്ലൂഷൻസ്, 2 ഗെസ്സിങ് ആൻസേഴ്സ് റാൻഡംലി, 3 മൂവിങ് ഫ്രം ജനറൽ പ്രിൻസിപ്പിൾസ് ടു സ്പെസിഫിക് കൺക്ലൂഷൻസ്, ആൻഡ് ഓപ്ഷൻ 4 ഇഗ്നോറിങ് എവിഡൻസ്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി. ചോദ്യം എന്തായിരുന്നു? ഡിഡക്റ്റീവ് റീസണിംഗ് ഇൻവോൾവ്സ്. ആൻസർ മൂവിങ് ഫ്രം ജനറൽ പ്രിൻസിപ്പിൾസ് ടു സ്പെസിഫിക് കൺക്ലൂഷൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 29. The concept of self-actualization is central to. സെൽഫ്-ആക്ച്വലൈസേഷൻ എന്ന കോൺസെപ്റ്റ് സെൻട്രൽ ചെയ്യുന്നത് ഓപ്ഷൻസ് എ ബിഹേവിയറിസം, സൈക്കോ അനാലിസിസ്, 3 ഹ്യൂമനിസ്റ്റിക് തിയറി ആൻഡ് ട്രയഡ് തിയറി. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ഹ്യൂമനിസ്റ്റിക് തിയറി. അടുത്ത ചോദ്യം 30ാമത്തേതാണ്. A mental shortcut used in reasoning is called. A mental shortcut used in reasoning is called. Options heuristic, algorithm, hypothesis and stimulus. Answer ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഹ്യൂറിസ്റ്റിക്. Question number 31. The term assimilation and accommodation are associated with options learning, attitude, interest and motivation. Answer option A learning. Question number 32. What is most important for a teacher? What is most important for a teacher? Option to maintain discipline in class. Option B to be punctual in class. Option C to remove the learning difficulties of students. Option D to be a good orator. Answer ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി to remove the learning difficulties of students. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 33. Project method is suggested by
idealism, humanism, naturalism and pragmatism. Which method? Answer is option D, pragmatism. Pragmatism is correct answer. Question number 34. Perception is the process of. Perception is the process of. Options: 1. Receiving sensory information only. Second option: organizing and interpreting sensory information. Option number 3: storing information in memory. And final option: responding to stimuli automatically. Answer ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ഓർഗനൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് സെൻസറി ഇൻഫർമേഷൻ. സെൻസറി ഇൻഫർമേഷൻ. Question number 35. Logical reasoning primarily depends on. Logical reasoning primarily depends on. First option, emotions. Second option, superstitions. Third option, guesswork. And fourth option, evidence and rules. But logical reasoning primarily depends on. Answer ആയിട്ട് വരുന്നത് എവിഡൻസ് ആൻഡ് റൂൾസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, എവിഡൻസ് ആൻഡ് റൂൾസ്. ക്വസ്റ്റ്യൻ നമ്പർ 36. Select the person who suggested the theory of cognitive development. Options: Erikson, Ozabel, Piaget, Pavlov. Answer is C, Piaget. Question number 37. Select the developmental stage which is characterized by a search for personal identity. Options: infancy, early childhood, adolescence, none of these. Answer option C, adolescence. 38. Kindergarten system of education was contributed by. Options: Montessori, Catherine Bridges, Spencer and Froebel. Answer option D, Froebel. 39. According to Gestalt psychologists, nearby objects are tend to be perceived as together. Is called as law of proximity, law of similarity, law of closure, law of continuity. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ലോ ഓഫ് പ്രോക്സിമിറ്റി. ഫൈനൽ ക്വസ്റ്റ്യൻ, കാറ്റഗറി 3 ഫൈനൽ ക്വസ്റ്റ്യനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യനും ആൻസറുമാണ് നിങ്ങൾ പരിചയപ്പെട്ടത്. 40. സെലക്ട് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. അതായത് CCEയുടെ മെയിൻ ഒബ്ജക്റ്റ് എന്താണ്? ആൻസർ ഓപ്ഷനായിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അസസ്സിങ് സ്റ്റുഡൻസ് ഓവറോൾ ഡെവലപ്മെൻറ്റ്, ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ് അക്കാദമിക് പെർഫോമൻസ് ഓൺലി, ഇറ്റ് ഹെൽപ്സ് ആൻഡ് ഡയറക്റ്റ് സ്റ്റുഡൻസ് ഫോർ സെലക്ടിങ് ഹയർ എഡ്യൂക്കേഷൻ കോഴ്സസ്. ആൻഡ് ഓപ്ഷൻ 4 ഫോർ ഇൻക്രീസിങ് കോമ്പറ്റീഷൻ എമംഗ് സ്റ്റുഡൻസ്. ആൻസറായിട്ട് വരുന്നത് എന്താണ്? അസസ്സിങ് സ്റ്റുഡൻസ് ഓവറോൾ ഡെവലപ്മെൻറ്റ്. CCEയുടെ ഒബ്ജക്റ്റീവ്, അതായത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അസസ്സിങ് സ്റ്റുഡൻസ് ഓവറോൾ ഡെവലപ്മെൻറ്റ്, കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓവറോളായിട്ട് അസസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ. ഇന്നത്തെ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ
എളുപ്പമുള്ളതായിരുന്നു. സാധാരണ ഉള്ളവർക്ക് പോലും ഒരു 28 എണ്ണമെങ്കിലും ശരിയാക്കുവാൻ സാധിക്കുന്നതായിരുന്നു. ഈ മോഡൽ പോലെയുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം നിങ്ങൾ